ബുധന്റെ രത്നം എന്ന് പറയുന്നത് എമറാൾഡ് പച്ചയാണ്, ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ തന്നെ ഒരു നല്ല ഒരു കളറാണ്. അപ്പോൾ അത് നമ്മൾ ചെടികൾ വീട്ടമ്മമാരൊക്കെ നല്ല എപ്പോഴും നമ്മൾ ഈ അവർ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം ബുധൻ എന്തെങ്കിലും ഒരു ബാക്കപ്പ് കാണാം, ഒരു ബാക്കപ്പ് അവർക്ക് കാണും. ആയുർവേദ ഡോക്ടേഴ്സ് കരിയർ ഏറിയാലും അത് അങ്ങനെ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബുധൻ വളരെ സവിശേഷവും വളരെ ഐശ്വര്യമുള്ളൊരു പ്ലാനറ്റ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായല്ലേ? നവഗ്രഹങ്ങൾ ശ്രേഷ്ഠ ഗ്രഹങ്ങളിൽ പെടുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അപ്പം ബുധന്റെ രത്നം എന്ന് പറയുന്നത് ഭരതകം. പിന്നെ അതിന്റെ ഉപരത്നങ്ങൾ ഒരുപാടുണ്ട്, പിരിഡോട്ട്, ഇങ്ങനെ ഒരുപാട് രത്നങ്ങൾ ഉപരത്നങ്ങളുണ്ട്. പച്ച നിറത്തിലുള്ള കല്ലുകളെല്ലാം തന്നെയും നമുക്ക് ഈ ബുധന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കരുതാം. ചീഡ്, വിനിക്സ്, ഇങ്ങനെ വെഞ്ചുറൈൻ എന്നൊക്കെ പറഞ്ഞ കല്ലുകളെല്ലാം ഇതിനകത്ത് വരുന്ന കല്ലുകളാണിത്. അപ്പം ഇതെല്ലാം നമുക്ക് ആണെങ്കിൽ പോലും നമ്മളെ ഈ പറഞ്ഞ പോലെ വെറുതെ അതിൻ്റെ ഒരു നക്ഷത്രം നോക്കിയിട്ട് ആയില്യം, തൃക്കേട്ട, രേവതി 3 നക്ഷത്രക്കാർ ഇപ്പോൾ ജുവലറി പോയാലും എമറോൾഡ് ആയിരിക്കും, ഭരതകം. അത് തെറ്റാണെന്നാണ് ഞാൻ കഴിഞ്ഞ നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ടോ ഒരു സോഡിയാക് സൈനിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എനിക്ക് ബുധദശാകാലമാണ് ഞാൻ ബുധന്റെ കല്ല് ധരിക്കാം അങ്ങനെയെന്ന് കരുതരുത്. ബുധൻ വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആ ദശാകാലം അയാൾക്ക് വളരെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിന്റെ പുറത്ത് അതിന്റെ കല്ലും കൂടെ ഇട്ടാൽ തീർന്നു. അതെ, അതുകൊണ്ട് കല്ലുകൾ ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് എംബ്രാൾഡൊക്കെ ധരിക്കുമ്പോഴും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ രത്നങ്ങളെല്ലാം ധരിക്കാനായിട്ട്.